പുറമെ എല്ലാവരും വലിയ ചിരിയും സന്തോഷവും ഒക്കെ ഉണ്ട്. ഒത്തിരി ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഉണ്ട്. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിരങ്ങളായിരിക്കാം ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പിലൊക്കെ ഉള്ളത്. വന്നു കഴിയുമ്പോൾ എന്റെ പാപത്തെ കുറിച്ച് എനിക്കൊരു വലിയ ബോധ്യം ഉണ്ടാവുന്നു. മറ്റുള്ള ഒരാളുടെ പാപത്തെ കുറിച്ച് ബോധ്യം വരുത്താത്മാവേ ശക്തി പകർന്നിടണേ. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് ഈ പ്രിയ ഭവനത്തിൽ ഒത്തുചേർന്ന് ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ ആരാധിപ്പാൻ ദൈവം ഒരുക്കിയ ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ്. ഇന്ന് പെന്തക്കോസ്തി പെരുന്നാളിൻ്റെ വലിയ ആരാധനകളൊക്കെ നടക്കുന്ന ഒരു ദിവസം. അന്ന് നമുക്ക് ഈ സായം സന്ധ്യയിൽ ഒരുമിച്ച് വീണ്ടും പരിശുദ്ധാത്മാവിനെ പറ്റി ചില കാര്യങ്ങൾ ചിന്തിക്കുന്നതിനും ആലോചിക്കുന്നതിനും നമ്മളെ തന്നെ സമർപ്പിക്കുന്നതിനുമൊക്കെയുള്ള സമയമാക്കി നമുക്ക് തീർക്കാം എന്ന് കരുതുന്നു. അതിനായിട്ട് ഞാൻ ഒരു വാക്യം വായിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ചില പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. സത്യത്തിന്റെ ആത്മാവായ അവൻ വരുമ്പോൾ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും നല്ല ദൈവവുമേ, ഞങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അനുഗ്രഹിക്കണേ കർത്താവേ. അവിടുത്തെ കൃപയും കാവലും പരിപാലനവും ആവോളം അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ അടിയങ്ങളെയൊക്കെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടിയന്റെ വായിലെ വാക്കുകളും ഞങ്ങളുടെ ഒരുമിച്ചുള്ള ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. മാനവും മഹത്വവും അവിടുന്ന് തന്നെ എടുക്കണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. പരിശുദ്ധാത്മാവ് എന്ന വിഷയം പലപ്പോഴും പലതരത്തിലും ആദിമസഭ മുതൽ ഇങ്ങോട്ട് പലതരത്തിലുള്ള ശീഷ്മകൾ ഉടലെടുത്തിട്ടുള്ള ഒരു വിഷയമാണ്. എന്താണ് പരിശുദ്ധാത്മാവ്, അത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ പ്രവർത്തിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഒക്കെ പലപ്പോഴും തെറ്റിദ്ധാരണജനകമായ പല കാര്യങ്ങളുമൊക്കെ ഈ കാലത്തിനുള്ളിൽ പലപ്പോഴായി സഭാഗാത്രത്തിലേക്ക് ഒക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്കൊന്നുമല്ല ഞാൻ ഇന്ന് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ സത്യാനന്തര കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടപെടുന്നത് എന്നത് പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ പരിശുദ്ധാത്മാവ് സത്യത്തിലേക്ക് നമ്മളെ വഴി നടത്തുന്നു. ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത, ഒരു ഇൻഫർമേഷൻ ഏജിന്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് സത്യം ഏതാണ്, മിഥ്യ ഏതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ്. പലപ്പോഴും വ്യാജ വാർത്തകളാൽ നിറയപ്പെടുന്ന സോഷ്യൽ മീഡിയകളും അനുബന്ധമായ നമ്മുടെ ബുദ്ധിമേഖലകളുമൊക്കെ വ്യാപരിക്കുന്ന ഒരു കാലഘട്ടം. തെറ്റായ ആത്മീക ഉപദേശങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടം. ഇവിടെയാണ് സത്യത്തിന്റെ ആത്മാവ് നമ്മളെ സത്യത്തിലേക്ക് വഴി നടത്തും എന്ന്
ഈ വേദഭാഗം നമ്മളോട് പറയുന്നു. എങ്ങനെയാണ് ഈ സത്യത്തിലേക്ക് നമ്മളെ വഴി നടത്തപ്പെടുന്നത്? ഈ കാലഘട്ടം, ഈ ലോകം നമ്മളോട് പറയുന്നു, നിനക്കിഷ്ടമുള്ളത് നിനക്ക് ചെയ്യാം. ഇപ്പോൾ എല്ലാവരും അതാണല്ലോ പറയുന്നത്. നമ്മുടെ ചില സിസ്റ്റത്തെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രത്തെ സംബന്ധിച്ച്, നമ്മുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, ഞാൻ എൻ്റെ വസ്ത്രം എൻ്റെ ചോയ്സാണ്, എൻ്റെ കാര്യമാണ് എന്ന് പലപ്പോഴും സ്വാതന്ത്ര്യത്തെ പറ്റിയുള്ള ചില ചിന്തകളൊക്കെ വളരെ ശക്തമായിട്ട് വരികയാണ്. അപ്പോ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യപ്പെടുന്നിടത്താണ് നമ്മുടെ ജീവിതം അർത്ഥവത്തായിട്ട് തീരുന്നത്. ഇന്ന് നമ്മൾ പലപ്പോഴും ആശ്രയിക്കുന്നത് ഗൂഗിളിനെയാണ് എല്ലാ കാര്യത്തിനും. എന്നാൽ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകാൻ നമ്മൾ സെർച്ച് ചെയ്യേണ്ടത് ദൈവ വചനത്തിലാണ്, ദൈവികമായ ആലോചനയിലാണ് എന്നത് ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുക. അതുകൊണ്ട് സത്യമേതാണ് വ്യാജമേതാണ് എന്ന് അറിയാതെ ഭാരപ്പെടുമ്പോൾ സത്യത്തിലേക്ക് നമ്മളെ വഴി നടത്തുന്ന ഒരു ആത്മാവായിട്ടാണ് ഈ വേദഭാഗം പരിശുദ്ധാത്മാവിനെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. രണ്ടാമതായിട്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം വായിക്കാം. വിശുദ്ധ യോഹന്നാൻ 14:16. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന് മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അവിടെ പറയുന്നു, എന്താ പറയുന്നത്? മറ്റൊരു കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് തരികയാണ്. മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ ഇടയിലേക്ക് തരികയാണ്. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുന്ന ആത്മാവാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഒത്തിരി ആങ്സൈറ്റിയുടെ ഒരു ലോകം, വലിയ ആകുലത നിറയുന്ന ഒരു ലോകമാണ്. സ്ട്രെസ് നിറയപ്പെടുന്ന ഒരു ലോകമാണ്. ലോൺലിനെസ് ഏറെ വ്യാപരിക്കുന്ന ഒരു ലോകമാണ്. ഡിപ്രഷൻ ഏറെ വ്യാപരിക്കുന്ന ഒരു ലോകമാണ്. ഇങ്ങനെ വല്ലാത്ത ഒരു ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ പോകുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ടാണ് നമ്മളെ ഏറെ വേദനിപ്പിച്ച ഒരു സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി. സഹോദരനോ മറ്റോ ടിവിയുടെ റിമോട്ട് ചോദിച്ചത് തന്നില്ല എന്നത് കൊണ്ട് ഒരു കുഞ്ഞ്, 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് ചെയ്തത് എന്താണ് എന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവനെ അതിലേക്ക് നയിച്ചത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ പോകുന്ന ഒരു വലിയ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങനെയാണ് മുൻപോട്ട് പോകേണ്ടതെന്ന് അറിയാത്ത ഒരു ലോകത്തിലാണ് ഇന്ന്. പുറമെ എല്ലാവരും വലിയ ചിരിയും സന്തോഷവും ഒക്കെ ഉണ്ട്. ഒത്തിരി ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ട്. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിരങ്ങളായിരിക്കാം ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പിലൊക്കെ ഉള്ളത്. പക്ഷേ ശരിയായ നിലയിൽ നടത്താൻ കഴിയുന്ന ഒരു സൗഹൃദ ബന്ധങ്ങളോ അത്തരത്തിലുള്ള ആലോചനകളോ ഇല്ല. നമ്മുടെ ഭവനങ്ങൾ പോലും പലപ്പോഴും അത്തരത്തിലുള്ള ഇടങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നവരുടെ എണ്ണം കുറയുകയാണ്. കാരണം എല്ലാവരും അവരവരുടെ മൊബൈലിൽ നോക്കി അല്ലെങ്കിൽ ടി വി നോക്കി അവരവർക്ക് ഇഷ്ടമുള്ളപ്പം വന്നു, കഴിച്ചു, പോയി. എല്ലാം അങ്ങനെയായി മാറുക. ബന്ധങ്ങളെല്ലാം ഓൺലൈനായി മാറുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, ഞാൻ നിന്നെ വഴി നടത്താനായിട്ട് മതിയായ ദൈവമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ വഴി നടത്തുന്ന
ആത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മളെ വഴി നടത്തുന്ന ആത്മാവാണ്. മൂന്നാമതായിട്ട് ഈ പരിശുദ്ധാത്മാവ് നമ്മളെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്ന ആത്മാവാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാമത്തെ വാക്യം. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അപ്പോ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരു വലിയ വ്യത്യാസം. ഇതുവരെ എൻ്റെ കാഴ്ചപ്പാടുകൾക്ക് ഒരു വലിയ വ്യത്യാസം. ഇതുവരെ ഉണ്ടായിരുന്ന എൻ്റെ മനസ്സിലാക്കലുകളെ ഒക്കെ മാറ്റിമറിക്കുകയാണ്. ഇതുവരെ അപരനിൽ കുറ്റം ആരോപിക്കുമ്പോൾ, ഇതുവരെ മറ്റുള്ളവരെ പിൻപോയിന്റ് ചെയ്യുമ്പോൾ, ദൈവാത്മാവിന്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ എൻ്റെ പാപത്തെക്കുറിച്ച് എനിക്കൊരു വലിയ ബോധ്യം ഉണ്ടാകുന്നു. മറ്റുള്ള ഒരാളുടെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുകയല്ല ചെയ്യുന്നത്. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഈ ലോകത്തിന് ബോധ്യം വരുത്തും. നമ്മുടെ വ്യക്തിപരമായ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും, ഈ സമൂഹത്തിന്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും. അങ്ങനെ ഒരു പുതിയ ലോകത്തിലേക്കുള്ള, ഒരു പുതിയ ജീവനിലേക്കുള്ള വലിയ നടത്തിപ്പാണ് ഉള്ളത്. ഈ ലോകത്തില് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം, എല്ലാത്തിനെയും നോർമലൈസ് ചെയ്യുന്ന ഒരു ജീവിത രീതികളാണ് പലപ്പോഴും. എല്ലാത്തിനെയും എന്ത് ചെയ്താലും അതിന് കുഴപ്പമില്ല എന്ന് ചിത്രീകരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളിൽ വലിയ വ്യത്യാസം, ഒരു പുതിയ മാറ്റം, പുതിയ ജീവിത രീതികൾ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട് ഈ വേദഭാഗം നമ്മളോട് പറയുകയാണ്, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ പാപത്തെക്കുറിച്ച് വലിയ ബോധ്യമാണ് വരുത്തുന്നത്. നമ്മുടെ കുറവുകളെ തിരിച്ചറിയാനായിട്ട് നമ്മളെ ശക്തീകരിക്കുന്നു. നാലാമതായിട്ട് ഈ പരിശുദ്ധാത്മാവ് നമ്മളെ വിശുദ്ധീകരിച്ച് പൊതുജന നന്മയ്ക്കായിട്ട് ഉപയോഗിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങൾ വായിക്കാം. ആത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് അവിടെ പറയുന്നത്. ഗലാത്യർ 5-ന്റെ 22-23 വാക്യങ്ങൾ. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കാനായിട്ടുള്ളൊരു വിളിയാണ്. ഈ 160 വർഷമായി കവിയൂരിന്റെ പ്രദേശത്ത്, കവിയൂർ വലിയ പള്ളി എന്ന നിലയിൽ നമ്മളെ ദൈവം വിളിച്ചു വേർതിരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ഫലം നമുക്ക് നൽകുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്, എന്ത് ഫലം നമുക്ക് ഈ ലോകത്തിന് നൽകുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ എന്ത് ഇമ്പാക്ട് ഈ സൊസൈറ്റിയിൽ നമുക്ക് നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്ന് തിരിഞ്ഞു നോക്കാനും കൂടെയാണ് ഈ അവസരം. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറയപ്പെടുന്നുണ്ട് എങ്കിൽ, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട് എങ്കിൽ നമുക്കൊക്കെ വലിയ വ്യത്യാസങ്ങൾ നമുക്ക് ഈ സമൂഹത്തിന് നൽകാനായിട്ട് ഇടയാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വേദഭാഗം നമ്മളോട് പറയുകയാണ്, ഈ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ജീവിതം നയിക്കാനായിട്ടുള്ള വിളിയാണ്. 5-മതായിട്ട് ധൈര്യം നൽകുന്ന ആത്മാവാണ്. 2 തിമോഥെയോസ് 1-ാം അധ്യായം 7-ാമത്തെ വാക്യം. 2 തിമോഥെയോസ് 5-7. രണ്ട് തിമോഥെയോസ് 1-7. ഭയത്തിന്റെ ആത്മാവല്ല, വീടുകത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും
ബോധത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നത്. അപ്പോ ഭയത്തെ ദൂരീകരിക്കുന്ന ആത്മാവാണ് ദൈവം നമുക്ക് നൽകിയത്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഭയങ്ങളെ എല്ലാം ദൂരീകരിക്കാനായിട്ട് ദൈവം നമ്മെ ശക്തീകരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടമൊക്കെ ഒത്തിരി ഭീതി നിറയപ്പെടുന്ന ഒരു കാലഘട്ടം. പലതരത്തിലുള്ള ആകുലതകൾ, സ്ട്രെസ് ഒക്കെ ഈ കാലഘട്ടത്തിലുണ്ട്. രോഗത്തെക്കുറിച്ചുള്ള വലിയ ഭീതിയുണ്ട്. സാമ്പത്തിക ഭാവിയെക്കുറിച്ചുള്ള ചില ഭീതികളുണ്ട്. ജോലിയെ സംബന്ധിച്ചുള്ള വലിയ ഭീതികളുണ്ട്. എന്തായി തീരും എന്നതിനെ കുറിച്ചൊക്കെയുള്ള വലിയ ഭീതി നിലനിൽക്കുന്ന ഒരു കാലഘട്ടം. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ നാളുകളൊക്കെ ഒത്തിരി യുദ്ധങ്ങളൊക്കെ വർദ്ധിച്ചു വരികയാണ്. ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള വലിയ ആശങ്കയുണ്ട്. ഇനിയും നമ്മുടെ പല ആളുകൾ മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ ജോലിയെ സംബന്ധിച്ച് ആകുലതയുള്ളവരുണ്ട്. അങ്ങനെ ഒത്തിരി ആകുലതകളുടെയൊക്കെ മധ്യത്തിൽ നിൽക്കുമ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്, ഇത് ഭയത്തിന്റെ ആത്മാവല്ല, മറിച്ച് ഈ ഭയത്തിന്റെയൊക്കെ മധ്യത്തിൽ നമ്മളെ ബലപ്പെടുത്തുന്ന ഒരാത്മാവാണ്. എന്തെല്ലാം പ്രയാസങ്ങളായിക്കോട്ടെ, ബുദ്ധിമുട്ടുകളായിക്കൊള്ളട്ടെ, എന്തെല്ലാം വന്നുകൊള്ളട്ടെ, അതിൻ്റെയൊക്കെ മധ്യത്തിൽ കർത്താവ് ഉണ്ട് എന്നതാണ്. യേശുവിൻ്റെ മരണത്തിന് ശേഷം ശിഷ്യന്മാരെല്ലാം കതകടച്ച് ഉള്ളിൽ ഭാരപ്പെട്ട് ഞെരങ്ങി വേദനപ്പെട്ടിരുന്നൊരു സമയമുണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ മധ്യത്തിൽ അടുത്തു വരുന്ന ഒരു ദൈവം. എല്ലാ വാതിലുകളും അടയ്ക്കപ്പെട്ടിരിക്കാം, എന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഒരു ദൈവത്തിൻ്റെ ആത്മാവ് ഈ കാലഘട്ടത്തിലും നമ്മളോടൊപ്പമുണ്ട് എന്നത് ഒരിക്കലും മറന്നു പോകല്ലേ. അതുകൊണ്ട് ഭയത്തിന്റെ ആത്മാവല്ല, മറിച്ച് ഇത് നമ്മളെ ബലപ്പെടുത്തുന്ന ആത്മാവാണ്. ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി എന്തുകൊണ്ടാണ് ഈ ക്രിസ്തു മതത്തെ ഔദ്യോഗിക മതമാക്കി എന്നതിന് ഒരു തിയറി പറയുന്നത്, ഒരു തരത്തിലുള്ള അതിൻ്റെ ഒരു ഇന്റർപ്രിട്ടേഷൻ പറയുന്നത്, ഒത്തിരി പീഡനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഒത്തിരി പീഡനങ്ങൾ നടന്നു. എന്നാൽ ഓരോ പീഡനങ്ങളും കഴിയുമ്പോഴും ഇവർ അതിനേക്കാൾ കൂടുതൽ ശക്തിയോടെ ബലപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോ അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താ? ഇവർക്കുള്ള ശക്തി എവിടെയാ? ആ ഒരു അന്വേഷണമാണ്. ഇവരുടെ ഉള്ളിൽ ഒരു വലിയ ബലമുണ്ട്, ഒരു ശക്തിയുണ്ട് എന്ന തിരിച്ചറിവാണ് ഈ കോൺസ്റ്റന്റൈനെ ക്രിസ്തു മതത്തെ ഒരു ഔദ്യോഗിക മതമാക്കി മാറ്റാൻ ഇടയാക്കിയത് എന്ന് പറയപ്പെടുന്നു. എന്തെല്ലാം പീഡനങ്ങളാ! തിളച്ച എണ്ണയിലേക്ക് ഇടുന്നു, മൃഗങ്ങളുടെ മുന്നിലേക്ക് വലിച്ചിടുന്നു. വലിയ കൊടിയ പീഡനത്തിന്റെ മധ്യത്തിലും തകർന്നു പോകാതെ നിന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു ആദിമ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞു. ആ ബലമാണ്. ഭയമൊന്നും അവരെ ഏശിയില്ല, പിന്നിലുള്ള പീഡനങ്ങൾ അവരെ ഏശിയില്ല. അതിന്റെ മധ്യത്തിൽ അവർ ബലത്തോടുകൂടെ പിടിച്ചു. ഈ ഒരു ബലമാണ് ഇന്ന് നമുക്ക് ആവശ്യം. ഈ ഒരു ബലത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഇന്ന് പലപ്പോഴും നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പോലും പതറിപ്പോകും. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ മതി നമ്മൾ തകർന്നു പോവുകയാണ്. എങ്ങനെ മുൻപോട്ട് പോകണമെന്നറിയാതെ ദൈവത്തെ പോലും ഉപേക്ഷിക്കുന്ന ജീവിത രീതികളിലേക്ക് പല ആളുകളും മുൻപോട്ട് വരുന്നുണ്ട്. ഇവിടെയാണ് ഈ ആത്മാവ് ബലപ്പെടുത്തുന്ന ആത്മാവാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ ഈ ദൈവത്തിന്റെ ആത്മാവ് നമ്മളേറെ ബലപ്പെടുത്തുന്ന ആത്മാവാണ്. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവരായി തീരുവാൻ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ ശക്തി പകരണമേ എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ഒരു വലിയ പ്രാർത്ഥനയാകട്ടെ. ആദ്യ നൂറ്റാണ്ടിൽ പകരപ്പെട്ട ആത്മാവിന്റെ വലിയ ശക്തി ഇന്നും കുറഞ്ഞു പോയിട്ടില്ല. ആ ശക്തിയുടെ ബലത്തിൽ ഇന്നും നിലനിൽപ്പാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ അത് ഭയത്തെ ദൂരീകരിക്കുന്ന ആത്മാവാണ്. അത് പാപത്തെ ബോധ്യം വരുത്തുന്ന ആത്മാവാണ്. അത് നമ്മുടെ ഉള്ളിൽ ക്രിയ ചെയ്യുന്ന ആത്മാവാണ്. അത് നമ്മളിൽ ഫലം പുറപ്പെടുവിക്കുന്ന ആത്മാവാണെങ്കിൽ ഇന്ന് ഈ ആത്മാവോടുകൂടെ മടങ്ങി പോകുവാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ,
നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഈ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരായി മടങ്ങി പോകണം. ഓരോ വ്യക്തിയും ആത്മാവിനാൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ നിറഞ്ഞു കവിഞ്ഞ അനുഗ്രഹത്തോടുകൂടെ ജീവിപ്പാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ ലോകത്തിൽ നടന്നിടുവാൻ, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, ആദിലെന്ന പോലാത്മാവേ ശൈലെന്ന പോലാത്മാവേ അമിത ബലം തരണേ പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് അറിയുന്നു. പരിശുദ്ധമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ആശീർവാദവും പ്രിയരെ നാം എല്ലാവരോടും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും വിശിഷ്യ ഈ ഭവനത്തോടും ഇതിൽ പാർക്കുന്ന മക്കളോടും കൂടി വന്നിരിക്കുന്ന നാം ഓരോരുത്തരോടും ഈ കണിയാമ്പാറ പ്രാർത്ഥന യോഗത്തോ എല്ലാ കുടുംബാംഗങ്ങളോടുകൂടെ ദൈവം അനുഗ്രഹിക്കുക ആസ്വദിക്കുകയും ചെയ്യുമാറാകട്ടെ.